സോ ഇന്ന് നമുക്ക് ബൈനോമിയൽ തിയറം നോക്കാം. ഇതിൽ മെയിനായിട്ട് ഒരു 11 ടൈപ്പ് തരം ചോദ്യങ്ങൾ ചോദിക്കും കൂടുതലും. അപ്പോൾ അത് എങ്ങനത്തെയൊക്കെയാണ് നോക്കാം നമുക്ക്. അപ്പം അതിന്റെ മുന്നേ ജസ്റ്റ് ഒന്ന് റിവിഷൻ പോലെ ഇതൊന്ന് ഓടിച്ചു പോവാം. ഇപ്പം എ പ്ലസ് ബി ഹോൾ റേസ്റ്റ് എൻ എന്ന് പറഞ്ഞ ഒരു സമ്മേഷനാണ്. അത് NCR എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ എഴുതുക. അത് ഞാൻ എക്സ്പാൻഡ് ചെയ്ത് തരുന്നത്. ഇപ്പം എ പ്ലസ് ബി ഹോൾ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NC0 എ റേസ് ടു N-0 കൊണ്ട് N, പിന്നെ B റേസ് ടു 0 പ്ലസ് അങ്ങനെ NC1, പിന്നെ എയുടെ പവർ ഒന്ന് കുറയും N-1, ബിയുടെ പവർ ഒന്ന് കൂടും. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എയുടെ പവർ എന്നിൽ നിന്ന് ലാസ്റ്റ് NCN എ റേസ് ടു 0 പറഞ്ഞ 1, പിന്നെ ബിയുടെ പവർ ടോപ്പ് ആവും. അപ്പോൾ ഇത് നോക്കേണ്ടത്, ഇതിൽ മെയിനായിട്ട് നോക്കേണ്ടത് ഇവിടെ N ആണെങ്കിൽ ഈ അടിയിലുള്ള ഈ ആറിന്റെ വാല്യൂ 0 മുതൽ മാക്സിമം N വരെ പോവുള്ളൂ. ഉണ്ടാവും, മാക്സിമം N വരെ പോകും. അതുപോലെ എയുടെ പവർ മാക്സിമത്തിൽ നിന്ന് മിനിമത്തേക്ക് വരും, എന്നിൽ നിന്ന് 0ക്ക് വരും. ബിയുടെ പവർ മിനിമത്തിൽ നിന്ന് മാക്സിമത്തേക്ക് എത്തും. ഇത്രയാണ് ഈ എക്സ്പാൻഷന്റെ കാര്യം ഓർക്കേണ്ടത്. പിന്നെ നോക്കേണ്ടത്, ഇപ്പൊ നടുക്ക് എ പ്ലസ് ബി ആയതുകൊണ്ട് ഫുള്ള് പോസിറ്റീവ് വരിക. അപ്പൊ നടുക്ക് എ മൈനസ് ബി ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ അലച്ചാൽ മതി, എ പ്ലസ് മൈനസ് ബി ഹോൾ റേസ് ടു N. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്കൊരു എ മൈനസ് ബി ഹോൾ ക്യൂബ് എടുക്കുകയാണെങ്കിൽ 3C0 A³ വരും. പിന്നെ പ്ലസ് എഴുതി 3C1 A² മൈനസ് ബി ഹോൾ റേസ് ടു 1 ആണ്. ഇവിടെ പവർ ഓടായതുകൊണ്ട് ഈ മൈനസ് പുറത്തേക്ക് ചാടും. അങ്ങനെയാണ് ഇവിടെ 3C0 A³ കഴിഞ്ഞാൽ പിന്നെ മൈനസ് 3C1 A² B1. പിന്നെ ബി, അപ്പൊ ഇവിടുന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ബിയുടെ ഓട് പവർ വരുമ്പോൾ നടുക്ക് മൈനസ് ഉണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ മൈനസ് വരും. മനസ്സിലായി? ബിയുടെ ഓട് പവർ വന്ന മൈനസ് ഇടുക. അപ്പോൾ എ മൈനസ് ബിയിൽ ഇത്ര ഓർക്കുള്ളൂ. പിന്നെ നമുക്ക് ബൈനോമിയൽ കോഎഫിഷ്യന്റ് നോക്കാം. ഇപ്പോൾ ഒരു 3+4x ഉണ്ടെങ്കിൽ ഹോൾ ക്യൂബ് ഉണ്ട് വിചാരിക്കുക. ഇത് എക്സ്പാൻഡ് ചെയ്തിട്ട് നമ്മളൊരു പകുതി എത്തി. അപ്പോൾ 3C2 അല്ല, അവിടെ 3 അല്ലേ, 3C2 ഇൻറ്റു പിന്നെ 3^1 4² ഇതിൽ ബൈനോമിയൽ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ NCR പാർട്ട് മാത്രമാണ് ബൈനോമിയൽ കോഎഫിഷ്യന്റ്. ബാക്കി വെറുതെ കോഎഫിഷ്യന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടേം ഫുള്ള് വരും. നമുക്ക് X² കോഎഫിഷ്യന്റ് ആണ് കൂടുതലും വരിക. കാരണം വെറുതെ കോഎഫിഷ്യന്റ് ഓഫ് X² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊത്തം വരും. ബൈനോമിയൽ കോഎഫിഷ്യന്റ് ഓഫ് X² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ NCR പാർട്ട് മാത്രം. അപ്പോൾ ഇത്രയാണ് നമുക്ക് പിന്നെ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ ഇനി നമുക്ക് ഫസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് 1 ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എ പ്ലസ് ബി ഉണ്ടാവും, എ മൈനസ് ബി ഉണ്ടാവും. രണ്ടിൻ്റെ പവർ സെയിം ആണ്. നടുക്ക് ഒന്നല്ലെങ്കിൽ പ്ലസ് ഒന്നല്ലെങ്കിൽ മൈനസ് വരും. അപ്പോൾ എ പ്ലസ് ആണെങ്കിൽ നമുക്ക് നോക്കാം, പുറത്ത് എഴുതുന്നുണ്ട് കേട്ടോ. എ പ്ലസ് ആണെങ്കിൽ നോക്കുക, ഈ ആദ്യത്തെ എ പ്ലസ് ബി എടുക്കുക, എ പ്ലസ് ബി ഹോൾ റേസ് ടു N പ്ലസ് എ മൈനസ് ബി ഹോൾ റേസ് ടു N. ഈ നടുക്ക് പ്ലസ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ എ ആണെങ്കിൽ ഇവിടെയും എ, ഇവിടെ ബി ആണെങ്കിൽ ഇവിടെ ബി, ഇവിടെ N ആണെങ്കിൽ ഇവിടെ N തന്നെ ആവും. ഇവിടെ 1 A + B 1 A - B, പിന്നെ ഈ നടുക്ക് പ്ലസ് അല്ലെങ്കിൽ മൈനസ് വന്നു. അപ്പോൾ നമ്മൾ പ്ലസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇത് എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് NC0 എയുടെ പവർ വന്നു, അങ്ങനെ പോയിട്ട് ലാസ്റ്റ് NC1 NC2 അങ്ങനെ പോയി NCN വരെ വരും. പിന്നെ T പ്ലസ് എഴുതി, പിന്നെ A - B ആണ്. അപ്പോൾ അവിടെ NC0 കഴിഞ്ഞാൽ പിന്നെ ബിയുടെ ഓട് ടേം വരുമ്പോൾ നമ്മൾ മൈനസ് എണ്ണം പറഞ്ഞിരുന്നു. അപ്പോൾ -NC1 വരും. അതങ്ങനെ NCN വരെ പോയി കഴിഞ്ഞാൽ ഈ ഇവിടെ ഉണ്ടായി NC1ഉം ഇവിടുത്തെ NC1ഉം കൂടി കട്ടായി പോകും. അങ്ങനെ അപ്പോൾ അങ്ങനെ ഓഡ് ടേംസ് ഫുള്ള് കട്ടായി പോയി കഴിഞ്ഞാൽ ഈ NC0 2 വട്ടം വന്നു. അങ്ങനെ ഈവൻ ടേംസ് 2 വട്ടം വരും. കാരണം നമ്മൾ 2 × NC0 + NC2 + NC4 ഈവൻ ടേംസ് മാത്രം പോകും NCN വരെ. അപ്പോൾ നടുക്ക് പ്ലസ് ആണെങ്കിൽ 2 × ഈവൻ ടേംസ് മാത്രമാണ് സമ്മ്. അപ്പോൾ നടുക്ക് മൈനസ് ആണെങ്കിലോ ഓഡ് ടേംസ് മാത്രം വരും. ഇപ്പൊ നടുക്ക് മൈനസ് ആണെങ്കിൽ ഇവിടെ അതുപോലെ തന്നെ NC0 NC1 അങ്ങനെ പോയി NCN വരെ, പിന്നെ മൈനസ് NC0 മൈനസ് NC1 അങ്ങനെയാണ് NCN വരെ പോകും. അപ്പോൾ ഈ മൈനസ് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ NC0ക്ക് മൈനസ് കിട്ടും. ഇത് ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് ആവുക ചെയ്യുക. അപ്പോൾ ഈ ഈവൻ ടേംസ് മാത്രം കട്ടായി പോകും. അപ്പോൾ 2 × ഓഡ് ടേംസ് വരും, NC1 + NC3 + NC5
എത്രയാണെന്ന് വെച്ചാൽ NCN വരെയുള്ള ഓഡ് ടേംസ് മാത്രം വരും. അപ്പോൾ ഇതാണ് ടൈപ്പ് 1. ഇതിങ്ങനെ എക്സ്പാൻഡ് ചെയ്തിട്ട് പിന്നെ അതിൽ നിന്ന് എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് ഏതാ, ബൈനോമിയൽ കോയിഫിഷ്യന്റ് ഏതാണെന്ന് ചോദിക്കുക. അതാണ് ടൈപ്പ് 1. അപ്പോൾ നമുക്ക് അതിന്റെ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോകട്ടെ ഇനി. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് കണ്ടോ, അതാണ് A+B പ്ലസ് A-B ആണ് അവർ ചോദിച്ചത്. അപ്പോൾ ഇതിന്റെ ഉത്തരം നമുക്ക് തൊട്ട് മുന്നേ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഓഡ് ടേംസ് കട്ടായി പോകും, ഈവൻ മാത്രം ഉണ്ടാവുള്ളൂ. അപ്പോൾ 6E0 പിന്നെ ടേം ഇതിൽ എഴുതല്ലേ, x⁻6 വരും പ്ലസ് 6E2 A⁴ പിന്നെ (3 - 1 1/2) അല്ലേ. ഇവിടെ 6 2 ആണ്, അപ്പോൾ ഇതും കട്ടായി പോയി. അതങ്ങനെ തന്നെ. ഈ 6E4 സോറി, ഇവിടെ A അല്ല അല്ലേ, x² ഇവിടെ A അല്ല കേട്ടോ, x ആണ്. x³ - 1 1/2 4. അപ്പോൾ അത് ഞാൻ എടുത്ത് ഇങ്ങനെ എഴുതണ്ടല്ലോ. x⁻0 വന്നു, x³ - 1 3 ആയിട്ട് വരിക, ക്യൂബാണിത്. അപ്പം ഇനി വേണ്ടത് ചോദിച്ചേണ്ട എന്താണ്, ഇനി ഇതിന്നാണ് നമുക്ക് വേണ്ടത് ഏത് ഈവൻ ഡിഗ്രി ഉള്ള എക്സിൻ്റെത്. ഇപ്പോൾ ഇത് ഈവൺ ആണ്, ഇത് ഉള്ളിലേക്ക് ഗുണിച്ചിട്ട് നോക്കണം, ഇവിടുന്ന് അങ്ങോട്ട് ഉള്ളിലേക്ക് ഗുണിച്ച് നോക്കണം. അപ്പോൾ ആദ്യത്തെ ടേമിന് 2 × 6E0 1 ആണ്, പിന്നെ പ്ലസ്. ഇനി ഓരോ ടേമിൻ്റെ നോക്കാം. അപ്പോൾ 6E2ൻ്റെ ഭാഗം നോക്കാം. 6E2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ആണ്, അതങ്ങനെ തന്നെ എഴുതിക്കും. 15 × x⁻4 x³ - 1. അപ്പോൾ ഇത് ഉള്ളിക്ക് കൊടുത്തു കഴിഞ്ഞാൽ 15 × x⁻7 - x⁻4 വരിക. അപ്പോൾ ഇത് ഓടാണ്, അപ്പോൾ ഇത് എടുക്കണ്ട. അപ്പോൾ 15 ഉള്ളിക്ക് കൊടുക്കുമ്പോൾ -15 x⁻4 വരും. ഇത് ഈവൻ ടേമാണ്, ഈവൻ ടേമിൻ്റെ കോഎഫിഷ്യൻ്റ് ഇത് ഫുള്ളും ഉണ്ട്. അപ്പോൾ അത് എഴുതാം, പ്ലസ് -15. ഇനി അടുത്തത് 6E4ൻ്റെ ഭാഗം ഇത് മായ്ക്കുന്നുണ്ട്. 6E4 x² x³ - 1 2 ആണ്. അപ്പോൾ 6E4ൻ്റെ 6E2 തന്നെ, അപ്പോൾ അത് 15 ആയിട്ട് വരും. 15 × x², ഇതൊന്നും നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ A² അല്ല A - B (2) അതന്നെ. പിന്നെ ഇത് ഉള്ളിലേക്ക് കൊടുത്തു. അപ്പോൾ അതിൽ ഇത് 15 ഉള്ളിലേക്ക് കൊടുത്താലും ഇത് ഉള്ളിലേക്ക് കൊടുത്താലും ഇങ്ങോട്ട് ഉള്ളിലേക്ക് കൊടുക്കുക. അപ്പോൾ ഇതിൽ ഈവൻ ടേം ആയിട്ട് വരുന്നത് x⁻8ഉം x². അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ കോഎഫിഷ്യൻ്റ് ഉള്ളത് 15 ആണ്. അപ്പോൾ അത് രണ്ടും എടുക്കണം. അപ്പോൾ 15 പ്ലസ് 15. ഇനി ലാസ്റ്റത്തെ 6E0 ഉള്ളത് മെല്ലെ ചെയ്താൽ മതി, മെല്ലെ ചെയ്യില്ല. അപ്പോൾ നമ്മൾ സ്പീഡിൽ ചെയ്യണം, ഇപ്പോൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ഇപ്പോൾ ഇതിൽ എഴുതാൻ കുറച്ച് പാടാകൊണ്ട് മെല്ലെ ചെയ്യണം. ഇപ്പോൾ 6E0 പറഞ്ഞു കഴിഞ്ഞാൽ 1 തന്നെയാണ്, x⁻0 അത് പോയി. അപ്പോൾ x³ ഇത് വെറുതെ എക്സ്പാൻഡ് ചെയ്യുന്ന മതി, ഇതിങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം. ക്യൂബായിട്ട് വരും, സോറി ഇവിടെ 9 ആണ്. A³ ഇതല്ലേ, A³ - 3A² പ്ലസ് 3AB² പ്ലസ് അല്ല മൈനസ് ആണ് -B³ അതാട്ടെ വരിക. അയ്യോ, ഇപ്പം ഞാൻ കൂടുതൽ കയ്യിൽ നിന്ന് പോയല്ലോ. അപ്പോൾ ഇതിൽ ഇനി വരാൻ പോണത് ഈ -3യും ഇവിടെ x⁻0 ഉണ്ട്, അത് ഈവൺ ആണ്. അപ്പോൾ -3യും -1ഉം കൂടി ആണ് ഇനി അടുത്ത കോഎഫിഷ്യൻ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ -3 -1. അപ്പോൾ ഈ -15 ഈ -15 കട്ടായി പോയി. അപ്പോൾ 2 × ഈ 1ഉം ഈ -1ഉം കട്ടായി പോയി. 15 3 കുറച്ച് 12. 2 × 12 പറഞ്ഞാൽ 24 ആവും. ഇത്ര 24. ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. അപ്പോൾ ഇനി ഇതേപോലെ തന്നെ അടുത്തൊരു ചോദ്യം കൂടി ഉണ്ട്, അതൊന്നും നോക്കാം. അപ്പോൾ ഇത് A+B പ്ലസ് A - B തന്നെ.
അപ്പോൾ നമുക്ക് അറിയണ പോലെ 50 ആണ് കേട്ടോ ഇവിടെ. n 50 ആണ്. 50C0 വന്നു, അങ്ങനെ 50C2 വന്നു, അങ്ങനെ പോയിട്ട് ലാസ്റ്റ് ഈവൺ ആണ്. 50C50 വരും. അപ്പം എന്താ നമുക്ക് ചോദിച്ചുള്ളത്? A2 ഡിവൈഡഡ് ബൈ A0. ഇപ്പം A2 എന്താ നോക്കണം? എക്സ് സ്ക്വയറിൻ്റെ കൂടെയുള്ള ടേമാണ് A2. ഇങ്ങനെ എക്സ് ഇല്ലാത്ത ടേമാണ് A0. അപ്പോൾ എക്സ് ഇല്ലാത്ത ടേം നോക്കുമ്പോൾ ഇവിടെ 50C0 വരുമ്പോൾ x⁻50 വരുന്നുണ്ട്. 10ന്റെ ടേമാണ് ഇല്ലാത്തത്. അപ്പോൾ എക്സ് ഇല്ലാത്ത ടേം പറയുമ്പോൾ ഇപ്പോൾ 50C50 ആവണം. അപ്പോൾ x⁻0 10⁻50 വന്നു. അപ്പോൾ ഈ ഭാഗമാണ് ഈ ഭാഗമാണ് ഇത് x⁻0 കേട്ടോ. x⁻0ന്റെ ഈ ഭാഗമാണ് A0 എന്നുള്ള ഭാഗം. അപ്പോൾ ഡിവൈഡഡ് ബൈ 50C50 പറഞ്ഞ 1 തന്നെയാണ്. ഇപ്പോൾ 10⁻50 താഴെ. അപ്പോൾ ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇനി A2 എന്ന് പറയുന്നത് എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ്. എക്സ് സ്ക്വയർ കിട്ടണമെങ്കിൽ നമുക്ക് 50C48 വരണം. അപ്പോഴാണ് എക്സ് സ്ക്വയർ വരിക. അപ്പോൾ 10⁻48 വരും. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ കൂടെ ഉള്ളത് ബാക്കി ഈ ടേമാണ് A2 എന്ന് പറയുന്നത്. അപ്പോൾ അത് 50C48 എഴുതി 10⁻48. ഇതിലും കട്ടായി പോയി അടിയിലൊരു 100 വരും. 50 × 49/1 × 2. അത് പറഞ്ഞു കഴിഞ്ഞാൽ 50C48 നമുക്ക് 50C50 - 48 എഴുതാം. അതായത് 50C2. അപ്പോൾ 50 × 49/1 × 2. പിന്നെ ഈ 100 മേലേക്ക് വരും 100. ഈ 0 കട്ട് ഇത് 2. അപ്പോൾ 49/4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര? 12.25 ആണ്. ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. 12.25 കിട്ടും. ഇനി അടുത്ത ഒരു ചോദ്യം കൂടി ഉണ്ട്. അത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്തൊക്കെ കറക്റ്റ് തന്നെ. A+B⁻6 + A-B⁻6. ഇതിന് ഓപ്ഷൻ വരുന്നത് B ആണ് കേട്ടോ. അപ്പം ഇനി അടുത്ത നമുക്ക് ടൈപ്പ് 2ക്ക് കിടക്കാം. സോ അടുത്ത ടൈപ്പ് നമുക്ക് മിഡിൽ ടേമിൻ്റെ ആണ് നോക്കേണ്ടത്. അപ്പം മിഡിൽ ടേം പറഞ്ഞു കഴിഞ്ഞപ്പോൾ A+B⁻n. ഈ n ഒരു ഈവൺ ആണെങ്കിൽ ഉണ്ടല്ലോ. അപ്പോൾ ഒരു സോ അടുത്ത് നമുക്ക് മിഡിൽ ടേം ആണ് നോക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് A+B⁻n ഉണ്ട് വിചാരിക്കുക. അപ്പോൾ നമുക്ക് n+1 ടേംസ് ഉണ്ടാവില്ലേ? ടേംസ് ഉണ്ടാവും. ഇപ്പോൾ n ഈസ് ഒരു ഈവൺ നമ്പറായ 4 ഉണ്ട് വിചാരിക്കുക. അപ്പോൾ 5 ടേം ഉണ്ടാവും. ഇതിലത്തെ മിഡിൽ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3, 4, 5 5. മിഡിൽ ടേം പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്താണ്. അതെങ്ങനെ എഴുതി വെച്ചിട്ടാ? n/2 + 1th ടേമാണ്. ഇവിടെ n എത്രയാണ്? 4. അപ്പോൾ 4/2 പറഞ്ഞ 2 + 1 3. മൂന്നാമത്തെ ടേമാണ് ഇതിന്റെ മിഡിൽ ടേം. അത് കാരണം A+B⁻n ഒരു ഈവൺ ആണെങ്കിൽ മിഡിൽ ടേം കാണാൻ n/2 + 1th ടേം ആണ് മിഡിൽ ടേം. ഇതിങ്ങനെ ഇക്വേഷൻ ഒന്നും ഉപയോഗിച്ച് ഓർക്കണ്ട. ഇങ്ങനെ കാര്യങ്ങൾ ജനറൽ ആയിട്ട് കാര്യം അറിഞ്ഞാൽ മതി. ഇനി അതേപോലെ ഇപ്പൊ n ഓടാണ് വിചാരിക്കുക. ഇപ്പൊ n ഓടാക്കാം. ഇപ്പൊ n ഓടാവാൻ ഒരു 3 പിടിച്ചോ. അപ്പോൾ 3 + 3 + 1th ടേം ഉണ്ടാവും. 4 ടേംസ് ഉണ്ടാവും. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3, 4. ഇതിൽ നോക്കുമ്പോൾ മിഡിൽ ടേം 2 ഉണ്ടാവും. കണ്ട, സെക്കൻഡ് ടേമും തേർഡ് ടേമാണ് മിഡിൽ ടേം. 2 മിഡിൽ ടേം ഉണ്ടാവും n ഓടാണെങ്കിൽ. അപ്പോൾ അതെങ്ങനെ എഴുതാ വെച്ചാ ഇത് വെച്ചിട്ടില്ലേ? അത് n+1/2 n+1/2 + 1th ടേം ആവും മിഡിൽ ടേം. അപ്പോൾ ഇതിന്റെ കേസിലൊക്കെ n ഇവിടെ 3 + 1 4 4/2 2. പിന്നെ 2 + 1 3. കണ്ട, രണ്ടാമത്തെ മൂന്നാമത്തെ ടേമാണ് മിഡിൽ ടേം. അതന്നെ ഇവിടെയും കിട്ടി 2 3. അപ്പോൾ ഇതിങ്ങനെയാണ് എഴുതുക. n ഈവൺ ആകുമ്പോഴും ഓടാകുമ്പോഴും ചെറിയ വ്യത്യാസമുള്ളൂ. നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ ഒന്ന് കാണാപ്പാഠം പഠിക്കണം എന്നില്ല. ഇങ്ങനെ കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. അപ്പൊ അതിന്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് വെച്ചിട്ട് ഇതിൽ 2 ബൈനോമിയൽ തന്നിട്ടുണ്ട്. ഒന്നിന്റെ n 20 ഈവൺ ആണ്. അപ്പോൾ നമുക്ക് 21 ടേംസ് ഉണ്ടെന്ന് അറിയാം. n ഈവൺ ആയതുകൊണ്ട് തന്നെ n/2 + n/2 ആണ് ഇത് വരിക. അപ്പോൾ 20/2 10th ടേമാണ്
മിഡിൽ ടേം. അപ്പോൾ 10th ടേം എന്ന് പറയുമ്പോൾ ജനറൽ ടേം നമ്മൾ എഴുതില്ലേ, TR+1. ഈ 6 9 വരിക, എന്നാലാണ് T10 കിട്ടുള്ളൂ. അപ്പോൾ T10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NC 6 9 കേട്ടാ, NC 9, N ഇവിടെ 20 20C9, പിന്നെ 1:, എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ X⁻9. അപ്പോൾ ഇതാണ് ഇതിന്റെ മിഡിൽ ടേം. അതിന്റെ റേഷ്യോ ആണ് വേണ്ടത്. അപ്പോൾ 20C9 അവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത ഏതാ ചോദ്യം? 1+19, X⁻90. ഇവിടെ N പറഞ്ഞ ഓടാണ്. അപ്പോൾ നമ്മൾ എന്താ പഠിച്ച N+1/2, N+1/2 +1. അപ്പോൾ ഇത് നോക്കുമ്പോൾ N+1 20, 20/2 10, 11 വരും. അപ്പോൾ 2ന്റെ ഇത് വേണം. അപ്പോൾ ഇവിടെ 10th ടേം കിട്ടണമെങ്കിൽ 6 നമ്മൾ 9 തന്നെ ഇടണം. അപ്പോൾ 19C9, അതാണ് 10th ടേമിന്റെ കോഎഫിഷ്യന്റ് വരിക. അപ്പോൾ അടുത്തതിന്റെ 19C6 10. അപ്പോൾ ഇതിവിടെ എഴുതാം. അപ്പോൾ ഇതാണ്, ഇത് രണ്ടും ഡിവൈഡ് ചെയ്താലാണ് ഉത്തരം കിട്ടുക. ഇതൊരു പ്രോപ്പർട്ടിയാണ്. NCR പ്ലസ് NCR-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N+1C6 ആണ് വരിക. അപ്പോൾ ഇവിടെ കറക്റ്റ് നോക്കി കഴിഞ്ഞാൽ ഇവിടെ 6 നമുക്ക് 10 ഉണ്ട്. N 19C10 പ്ലസ് 19C10 -1 9. അത് പറഞ്ഞു കഴിഞ്ഞാൽ 20C6 നമ്മുടെ 10 10. ഇതിങ്ങനെയാണ് വരിക. ഇതിപ്പോൾ ജസ്റ്റ് നോക്കുക, ബാക്കി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇതിനായിട്ട് ഒരു ടൈപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ചിലപ്പോൾ ഇതെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ഇവിടെ ഇങ്ങനെ ചെയ്യുക. അങ്ങനെ ഇതൊക്കെ ഇങ്ങനത്തെ ചോദിക്കണൊക്കെ തന്നെ വരുള്ളൂ. ഈ പ്രോപ്പർട്ടി ഇങ്ങനെ 5-6 പ്രോപ്പർട്ടി ഉണ്ട്, അതൊക്കെ വരുള്ളൂ മെയിനായിട്ട്. എന്നിട്ട് ഇപ്പോൾ ഇത് കറക്റ്റ് ഇതായി 20C10 ഡിവൈഡഡ് ബൈ 20C10 ചെയ്താൽ 1 കിട്ടും. 1 ആണ് ഇതിൻ്റെ ഉത്തരം. സോ അടുത്തത് kth ടേം ഫ്രം ദി എൻഡ് ആണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ N-K+2th ടേം ഫ്രം ദി ബിഗിനിങ്. അപ്പോൾ ഈ ഇക്വേഷൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വന്നു നോക്കാം. എന്തായാലും ഇക്വേഷൻ കാണാപ്പാടം പഠിക്കണം, അല്ലെങ്കിൽ ലോജിക്ക് ഉപയോഗിച്ചാലും മതി. എങ്ങനെയാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ 4C0 ഇങ്ങനെ എഴുതി പോയി. സോ ഇവിടെ N നമ്മൾ 4 ആണ്. അപ്പോൾ N+1 ടേംസ് ഉണ്ടാവും എന്നറിയാം. 5 ടേം ഉണ്ട്, വേണ്ട. ഇത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, 5th ടേം. അപ്പോൾ നമുക്ക് എൻഡിൽ നിന്നൊരു എൻഡിൽ നിന്ന് രണ്ടാമത്തെ ടേം ചോദിച്ചു. അപ്പോൾ K നമ്മുടെ 2 ആണ്. എൻഡിൽ നിന്ന് രണ്ടാമത്തെ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന്, ഇത് 2. 4th ടേം ആണ്. മുന്നിൽ നിന്ന് 4ാമത്തെ ടേം. അപ്പം നമ്മളിപ്പോൾ സാധാരണ എഴുതുമ്പോൾ മൊത്തം 5, അത് നീ 2 കുറച്ചു 3 വരുന്നേ. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ മുന്നിൽ നിന്ന് 4ാമത്തെ ടേം ആണ്. അപ്പോൾ ഇവിടെ 3 വരാനുള്ള കാരണം നമ്മൾ ഈ 5ൽ നിന്ന് ഈ 2 ഫുള്ളും കുറച്ചു. പക്ഷെ നമുക്ക് വേണ്ടത് ഇതാണ്, ഈ 4 മാത്രമേ വേണ്ടൂ. നമുക്ക് വേണ്ട സാധനം നമ്മൾ കുറച്ചു. അതുകൊണ്ടാണ് നമ്മളൊരു +1 കൂടി ചെയ്താൽ കറക്റ്റായി എൻഡിൽ നിന്നുള്ള കറക്റ്റ് ടേം കിട്ടും. അപ്പോൾ ഇത് കൂടെ +1 ചെയ്താൽ 4th. അപ്പം നോക്കുമ്പോൾ മുന്നിൽ നിന്ന് 4ാമത്തെ ടേം ആണ്, എൻഡിൽ നിന്ന് kth ടേം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ജനറലായിട്ട് എഴുതുമ്പോൾ ഒരു എനി ബൈനോമിയൽ റേസ് ടു n ഉണ്ടെങ്കിൽ N+1 ടേം ഉണ്ടാവും. അതിന് നമ്മൾ എൻഡിൽ നിന്നുള്ള K കുറച്ചു, +1 ചെയ്തു. അതാണ് മുന്നിൽ നിന്നുള്ള ആ ടേമിന്റെ പൊസിഷൻ. അപ്പോൾ ഇത് ഈ രണ്ടൊന്നും കൂട്ടി കഴിഞ്ഞാൽ N-K+2 ടേം ഫ്രം ദി ബിഗിനിങ്. ഇവിടെ നിന്നാണ് അത് വരുന്നത്. ഇപ്പം ഇത്ര മനസ്സിലാക്കിയാൽ മതി. അല്ലെങ്കിൽ നമുക്ക് എന്തായാലും ഈ ഇക്വേഷൻ കാണാപ്പാടം പഠിക്കണം. ഇതിൽ ഇത് മാത്രമാണ്. പിന്നെ ഒരു ഗ്രേറ്റസ്റ്റ് ന്യൂമറിക്കൽ പറഞ്ഞിട്ട് പറഞ്ഞ് വരും. അങ്ങനത്തെ 2-3 ഇക്വേഷൻ പഠിക്കാണ്ട്, പ്രോപ്പർട്ടീസും. ബാക്കിയൊക്കെ കറക്റ്റ് കോൺസെപ്റ്റ് അറിയാൻ ഇത് കിട്ടും. അപ്പം ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സോ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാൻ, എന്നിട്ട് പോസ് ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ തന്നെ ചെയ്ത് നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ വന്നാൽ മതി, ഇല്ലെങ്കിൽ നോക്കുക. ഇപ്പം നമ്മൾ ചോദിച്ചുള്ളത് മുന്നിൽ നിന്നും 5ാമത്തെ ടേമും എൻഡിൽ നിന്നും 5ാമത്തെ ടേമും ഈക്വൽ ടു √6/1 തന്നിട്ടുണ്ട്. ഇന്ന് നമുക്ക് ചോദിക്കുന്നത് T3 ആണ് വന്ന്, ഏത് മുന്നിൽ നിന്നിട്ടാ. അപ്പോൾ നമുക്ക് T3 ജസ്റ്റ് ഒന്ന് നോക്കാം. T3 ആണ് വേണ്ടത്. അതിന് വേണ്ടത് എന്താ? ഇപ്പോൾ T3 വേണമെങ്കിൽ TR+1 3 ആകുമ്പോൾ 6 നമുക്ക് 2 കിട്ടണം. അപ്പോൾ നമുക്ക് വേണ്ടത് T3 എന്ന് പറഞ്ഞാൽ NC2 2⁴ ഇൻറ്റു N-2 ഇൻറ്റു 1/3⁴ ഇൻറ്റു 2. അപ്പോൾ നമുക്ക് ഇത് ചെയ്യണമെങ്കിൽ ഈ N അറിയില്ല. അപ്പോൾ ഈ N വേണം ഈ ഇതൊന്ന് കണ്ടുപിടിക്കാൻ. അപ്പോൾ അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കി. അപ്പോൾ N കിട്ടാൻ വേണ്ടിയിട്ട് അവർ തന്ന റേഷ്യോ കറക്റ്റ് ഇട്ട് കൊടുത്താൽ N കിട്ടും.
അപ്പോൾ അത് നമുക്ക് ചെയ്യാം. എൻഡിൽ ഇപ്പോൾ T5 വേണം. അപ്പോൾ നമുക്ക് R4 ആണെന്നറിയാലോ. അപ്പോൾ NC4 എഴുതി 2⁴ ഇൻറ്റു n-4 ഇൻറ്റു 1/3 വരിക. കാരണം 3 പവർ 1/4 ഇൻറ്റു 4 വരുമ്പോൾ 3 ആയി. ഹോൾ ഡിവൈഡഡ് ബൈ എൻഡിൽ നിന്ന് 5th ടേമാണ് പറഞ്ഞു. അപ്പോൾ നോക്കുക n-k എത്ര 5 പ്ലസ് 2 ഉണ്ടായി. അപ്പോൾ n-3 ഇത്രാമത്തെ ടേമാണ് മുന്നിൽ നിന്ന്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ജനറൽ നോക്കുമ്പോൾ TR+1 എന്ന് പറയുമ്പോൾ നമുക്ക് സെക്കൻഡ് ടേം വേണമെങ്കിൽ നമ്മൾ ആറിന് 2 കൊടുക്കും. അപ്പോൾ ഇത്രാമത്തെ ടേം വേണമെങ്കിൽ നമുക്ക് എത്രാമത്തെ ടേം വേണമെങ്കിൽ ഈ R+1 എന്ന് പറയുന്നത് ഈ സംഭവമാണ്. മനസ്സിലായി? അപ്പോൾ R+1 ഈക്വൽ ടു n-3 ടേം ആവണം നമ്മൾ. അപ്പോൾ R എന്ന് പറഞ്ഞത് ഈ +1 അങ്ങോട്ട് പോയാൽ n-4 ആവും. അപ്പോൾ ഇത് കൊടുത്താലാണ് നമുക്ക് കറക്റ്റ് ആ ടേം കിട്ടുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ ഒന്നും കൂടിയും പറയാൻ തരാം. എൻഡിൽ നിന്ന് നമുക്ക് k 5. അപ്പോൾ n-5 പ്ലസ് 2th ടേം ഫ്രം ദി ബിഗിനിങ്. അപ്പോൾ n-3. അപ്പോൾ ഇവിടെ നോക്കേണ്ടത് നമ്മുടെ ജനറൽ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TR+1 ഉണ്ട്. കാരണം NC0 മുതൽ തുടങ്ങുന്നത്. അപ്പോൾ ഇത്രാമത്തെ ടേം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ എക്കത്തിനാണ് വരിക. അപ്പോൾ T5 പറഞ്ഞു കഴിഞ്ഞാൽ 5ാമത്തെ ടേം. പക്ഷെ അപ്പോൾ n-3th ടേം വരുമ്പോൾ ഈ R+1 n-3നായിട്ട് ഈക്വൽ ആണ്. അപ്പോൾ R+1 n-3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ R നമുക്ക് n-4 കിട്ടുക. അപ്പോൾ ഇതുണ്ടെങ്കിലാണ് കറക്റ്റ് അതേ ടേം കിട്ടുള്ളൂ. മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ അത് കിട്ടണമെങ്കിൽ ഇവിടെ എഴുതി NC-R എത്ര n-4 ആണ്. n-4 2 ശ്രദ്ധിക്കട്ടെ 1/4 ഇൻറ്റു n-4 ആ. അപ്പോൾ ഇവിടെ ഇത് രണ്ടും ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഈ എന്നും ഈ എന്നും കട്ടായി പോയി. ഈ മൈനസും കൂടിയിട്ട് പോസിറ്റീവ് ആവും. അപ്പോൾ 4 വരും. ആ 4ഉം ഈ 4ഉം കൂടി കട്ടായി പോയിട്ട് ഇവിടെ 2 മാത്രമേ വരുള്ളൂ. അപ്പോൾ അത് മാത്രം എഴുതണ്ട കേട്ടോ ഞാൻ. 2 മാത്രം വന്നു. അപ്പോൾ അടിയിൽ 1/3n-4 ഇതാണ് നമുക്ക് √6/1 തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നോക്കേണ്ടത് ഈ സംഗതി ഉണ്ടല്ലോ, ഇത് ഈ NC-n-4 നമുക്കറിയാം. NCRനെ നമുക്ക് NC-n-R എന്ന് എഴുതാം. അപ്പോൾ ഇവിടെയുള്ള NC-n-4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിപ്പിക്കലി അത് NC4 തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇതും കട്ടായി പോയി. പിന്നുള്ളത് ഇവിടെ ഞാൻ ഫ്രഷ് ആയിട്ട് എഴുതി തരാം. n-4/4 ഈ അടിയത്തെ ഈ ടേം മേലേക്ക് പോവും. അറിയില്ലോ, അടിയിൽ 2 × 3 ഉണ്ടാവും. ഇവിടെ 3n-4/4 വന്നു. ഇതാണ് നമുക്ക് √6/1 വന്നു. അപ്പം ഇത് 6ആണ്. ഇത് മേലേക്ക് പോയി കഴിഞ്ഞാൽ 6√6 ഇൻറ്റു 2ന്റെ പവർ സെയിം ആയതുകൊണ്ട് അത് ഹോൾ ബ്രാക്കറ്റ് ഇട്ടിട്ട്. അപ്പോൾ 2 × 3 6 ഹോൾ പവർ n-4/4. അപ്പോൾ ഇതെന്താ, ഈ റൂട്ടിൻ്റെ ഉള്ളിൽ ഇത് നമുക്ക് 1/2 എഴുതി കൂടാ. അപ്പോൾ ഇവിടെ 1 ഉണ്ട്. അപ്പോൾ ഇത് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 6√3/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6n-4/4. അപ്പോൾ ഇവിടെ 6 ഇവിടെ 6. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പവർ സെയിം ആവണം. ഇതൊക്കെ അറിയാൻ വിചാരിക്കുന്നു കേട്ടോ. പിന്നെ ഇത് സാധാ മാത്തമാറ്റിക്സ് ആണ്. 3/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n-4/4 ആണ്. അപ്പോൾ ഇത് സോൾവ് ചെയ്യുക. 6 പറഞ്ഞ n-4. അപ്പോൾ നമുക്ക് 10 ആയിരിക്കണം. 10 ആയി കഴിഞ്ഞാൽ അത് കിട്ടാൻ ബുദ്ധിമുട്ടില്ല. അപ്പോൾ നമുക്ക് എത്രാമത്തെ തേർഡ് ടേം വരുന്നുണ്ട്. അപ്പോൾ TR+1 എന്ന് പറഞ്ഞാൽ തേർഡ് ടേം ആവണം. അപ്പോൾ 6ന് നമ്മൾ 2 കൊടുക്കണം. നമുക്ക് 10 കിട്ടി. അപ്പോൾ 10C2 2 പവർ 8 വരും. 10-2 8/4 2 സ്ക്വയർ വരും. ഇൻറ്റു 1/3 ഉണ്ട്. അതിന് 2/4 ഇട്ട് കഴിഞ്ഞാൽ 1/2 വരും. √3. അപ്പോൾ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ 8C2 നമുക്ക് 8 × 7/1 × 2 ഇടാം. ഇൻറ്റു 2 സ്ക്വയർ 4 അടിയിൽ √3 വന്നു. അപ്പോൾ 8 × 7 അല്ലല്ലോ, എന്തെങ്കിലും 10 × 9 ആട്ടാ, സോറി. അപ്പോൾ ഇതും കട്ടായി പോയി.
ഇവിടെ ഈ √3 9ന്റെ ഇതിൽ കട്ട് ചെയ്യും. അപ്പോൾ 3√3 വരും. പിന്നെ ഈ 10 3 2 കൂട്ടി കഴിഞ്ഞാൽ 60√3 എന്നാവും ഉത്തരം കിട്ടുക. നമുക്ക് ഓപ്ഷൻ ബി. ഈ ടൈപ്പ് ഇതാണ്. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഇനിയും കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യണ വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട്. ഇതിപ്പോൾ ടൈപ്സ് ഒക്കെ വേഗം കണ്ടുപോകും. ഇനി അടുത്ത ടൈപ്പും കൂടി നോക്കാം നമുക്ക്. അടുത്ത 4ാമത്തെ ടൈപ്പ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൈനോമിയൽ തിയറത്തിൽ ഏതെങ്കിലും ഒരു എക്സിന്റെ പവറിന്റെ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാൻ പറയും. ഇത് ഇങ്ങനത്തെ കുറേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ രണ്ടെണ്ണം ഞാൻ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് ഇനി ഓരോന്നോരോന്നായിട്ട് ചെയ്തു തരാം ഇനി. അപ്പോൾ ഈ ടൈപ്പ് ചോദ്യങ്ങൾ എക്സ് പവർ എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ജനറൽ ടേം എഴുതണം. ഇപ്പോൾ ജനറൽ ടേമിന്റെ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് എഴുതി തരാം. NCR A⁻n−r B⁻r. അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ n 5 ഇപ്പോൾ 5CR. പിന്നെ നോക്ക് എ എന്താണ്? ഇവിടെ A 2x³ ആണ് A. അപ്പോൾ 2⁵ എടുക്കട്ടെ. എക്സിന്റെ ടേമിനൊക്കെ ഒറ്റയ്ക്ക് ആക്കണം. ആ x³ ഇവിടെ എഴുതാം. 5−r എടുക്കട്ടെ. പിന്നെ ഇവിടെ -1⁻r ഉണ്ട്. പിന്നെ അടിയിൽ 3⁻r വരും. പിന്നെ x⁵x² ഉണ്ട്. അപ്പോൾ ഈ 6 ഇതിനെ 3യോടൊപ്പമുള്ള ഇതാക്കി. പിന്നെ ഇത് മേലേക്ക് പോകുമ്പോൾ മൈനസ് ചെയ്യാം. അപ്പോൾ x⁵15 3r -2r വരും. അപ്പോൾ x⁵15 5r വരും. വേണ്ട. അപ്പോൾ നമ്മൾ ചോദിച്ച് ഇത്ര കാര്യങ്ങൾ എടുക്കട്ടെ. ഇവിടെ തന്നെ എക്സിന്റെ പവർ ഇത്ര വരുമല്ലോ. ഇത് എക്സിന്റെ പവർ 5 ആകുമ്പോൾ 6 കണ്ടുപിടിക്കണം. അപ്പോൾ x⁵15 5r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x⁵5 ആണെങ്കിൽ ഇത് രണ്ട് സംഭവം സെയിം ആണ്. 15 - 5r 5 ആവണമെങ്കിൽ 6 നമുക്ക് 2 കിട്ടി. അപ്പോൾ കാര്യം കഴിഞ്ഞു. ഈ 6 കണ്ടുപിടിക്കാനാണ് ഇതൊക്കെ കാട്ടിക്കൂട്ടി. അപ്പോൾ 6 2 കിട്ടി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ x⁵5 വരുമ്പോൾ 6 2 ആവും. പിന്നുള്ള ഭാഗം ഏതാ? ഈ ഭാഗം നമുക്ക് ചോദിച്ചതാണ് കോഎഫിഷ്യന്റിലോ. ഇവിടെ x⁵5 വന്നു. 6 2 ആയി കഴിഞ്ഞാൽ x⁵5 വരും. പിന്നെയുള്ള ഈ ഭാഗമാണ് നമുക്ക് കോഎഫിഷ്യന്റ് ആയിട്ട് വരിക. അപ്പോൾ അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 5c2 വന്നു. അപ്പോൾ 5 × 4/1 × 2. അടിയിൽ എത്ര ഒരു 3² ഉണ്ടല്ലേ, 9. മേലെ 2⁵5 - 2 2³ വരും. കഴിഞ്ഞില്ലേ. പിന്നെ -1 × 6 2 സ്ക്വയർ. അപ്പോൾ -1 നോക്കണ്ട. അപ്പോൾ ഇത് 2 പോയി. 10 × 8 80/9. എവിടെ? ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് x⁴ കോഎഫിഷ്യന്റ് ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ജനറൽ ടേം എഴുതി. NCR എഴുതി. x⁻n−r -1⁻r 3⁻r/x⁴2r. അപ്പോൾ ഈ 2r നമുക്ക് മേലേക്ക് എഴുതി കഴിഞ്ഞാൽ NCR -1⁻r 3⁻r x⁻n−r -2r. അപ്പോൾ ഈ x⁻n−3r എന്ന് പറയുന്നതാണ് x⁴. കാരണം x⁴ കോഎഫിഷ്യന്റ് വേണ്ട. അപ്പോൾ ഈ പറയുന്ന സംഗതി ഫുള്ളാണ് കോഎഫിഷ്യന്റ്. അപ്പോൾ ഇവിടെ x⁴ വരണമെങ്കിൽ ഈ n−3r നമുക്ക് 4 കൊണ്ട് ഇക്വേറ്റ് ചെയ്യാം. n−3r എന്ന് പറയുന്നത് 4 ആവണം. അപ്പോൾ ഇതാണ് ഇക്വേഷൻ. ഇതിൽ നമുക്ക് ഈ n അറിയില്ല, r അറിയില്ല. n കണ്ടുപിടിക്കാൻ അവരാണ് ഫസ്റ്റത്തെ 3 ടേമിന്റെ സമ്മ് 376 എന്ന് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ ബൈനോമിയൽ ഇതാണ്. x - 3/x² ആണ്. ഇവിടെ a - b ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റത്തെ 3 ടേം എഴുതുമ്പോൾ NC0 a⁻, എന്തായാലും കുഴപ്പമില്ലല്ലോ, നമുക്ക് കോഎഫിഷ്യന്റാണ് പറഞ്ഞുള്ളത്. അപ്പോൾ എക്സിന്റെ കൂടെയുള്ള ടീം മാത്രമേ വേണ്ടൂ. അപ്പോൾ ഇവിടെ NC0 ആയതുകൊണ്ട് ഈ ബി ടേം ഫുള്ള് 0 ആണ്. അപ്പോൾ ഇവിടെ ഒന്നും വരില്ല. പിന്നുള്ളത് ഇവിടെ നടുക്ക് മൈനസ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ബിയുടെ ഓട് പവർ വരുമ്പോൾ മൈനസ് അവിടെ കാണിക്കും. അപ്പം -NC1 3⁻1 മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ പ്ലസ് NC2 3² വരും. അത് 9 ആണ്. ഈ 3 സമ്മാണ് 376 പറഞ്ഞുള്ളൂ. അപ്പോൾ എന്ത് NC0 പറഞ്ഞാൽ എന്ത് NC0 എന്ന് പറഞ്ഞാലും NCn എന്ന് പറഞ്ഞാലും വണ്ണാണ്. അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 - പിന്നെ NC1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ്, n തന്നെയാണ്. കാരണം 4C1 പറഞ്ഞു കഴിഞ്ഞാൽ 4 × 1/1 അല്ലേ. അപ്പോൾ NCn പറഞ്ഞു കഴിഞ്ഞാൽ NC1 പറഞ്ഞു കഴിഞ്ഞാൽ 1. അപ്പോൾ 3n + 9 NC2 എന്ന് പറഞ്ഞാലാണ് 376.
അപ്പോൾ ഈ 1 അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 9nc2 മൈനസ് 3n ഈക്വൽ ടു 375. ഈ 9nc2 നമുക്ക് 9 ഇൻറ്റു n ഇൻറ്റു n മൈനസ് 1 ബൈ 1 ഇൻറ്റു 2 മൈനസ് 3n ഈക്വൽ ടു 375. പിന്നെ ഇത് അങ്ങോട്ട് പോയി ഇതുകൊണ്ട് ഉള്ളിക്ക് കൊടുത്തു കഴിഞ്ഞാൽ 9n സ്ക്വയർ മൈനസ് 9n മൈനസ് 6n. ഈ 2നെ ഞാൻ മേലേക്ക് കൊടുത്തിട്ട് മേലേക്ക് കൊടുത്തു. ബൈ 2 ഉള്ളത് വീണ്ടും അങ്ങോട്ട് കൊടുത്തു. മൈനസ് 6. അപ്പോൾ ഇത്ര 750. അപ്പോൾ ഇനി 9n സ്ക്വയർ മൈനസ് 15n ഈക്വൽ ടു 750. ഇതിനെ തിരിച്ചും കണ്ടു വിളിച്ചു. 9n സ്ക്വയർ മൈനസ് 15n. നിങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ഇതിക്ക് പൊക്കോട്ടാ. എല്ലാത്തിനും ഡിവൈഡ് ബൈ 3 ചെയ്തു. 3n സ്ക്വയർ മൈനസ് 5n മൈനസ് 250. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കുക. ഇവിടെ മൈനസ് 250 ഉണ്ട്. അപ്പോൾ ഇവിടെ ഇതിനെ 250നായിട്ട് വലിയൊരു സംഭവമാണ്. എന്നിട്ട് അതിൽ നിന്ന് 250 കുറയ്ക്കുകയാണെങ്കിൽ 0 വരും. അപ്പോൾ ഈ സംഗതി എത്ര? ഒരു 250നായിട്ടും വലുതാണ്. അപ്പോൾ ഇവിടെ 5n ഉണ്ട്, ഇവിടെ n സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഒന്ന് ആലോചിക്ക്, 300 50 മൈനസ് 250. ഞാനിങ്ങനെയായിട്ട് പെട്ടെന്നൊക്കെ കണ്ടപ്പോൾ തോന്നി അത് നിങ്ങൾക്ക് പ്രാക്ടീസ് വന്നാൽ വരും. അല്ലെങ്കിൽ വെറുതെ ഇത് സോൾവ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സോൾവ് ചെയ്യണം. അപ്പോൾ ഇത് നോക്കുമ്പോൾ നമുക്ക് n 10 കിട്ടും. വേഗം കിട്ടണം. നിങ്ങൾക്ക് ഇങ്ങനെ നോക്കി കിട്ടണം. അപ്പോൾ n കിട്ടി. നമുക്കിവിടെ ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ, ഈ ക്വസ്റ്റനിൽ കൊണ്ടുപോയി കിട്ടും. അപ്പോൾ നോക്കുമ്പോൾ അടിയിൽ എഴുതുന്നുണ്ട് 10 മൈനസ് 3r എന്ന് പറഞ്ഞ 4 ആണ്. അങ്ങനെ ആകുമ്പോൾ 6 എത്ര വരുന്നുണ്ട്? 2. 10 മൈനസ് 6 ആണല്ലോ 4. 6 2 ആയി കഴിഞ്ഞാൽ നമുക്ക് എത്ര വേണ്ടത് വെച്ചാൽ 6 2 ആയി കഴിഞ്ഞാൽ കിട്ടി. പിന്നെ 10c2 3 സ്ക്വയർ വരുള്ളൂ. അപ്പോൾ 10 ഇൻറ്റു 9 ബൈ 2 ഇൻറ്റു 9 81 ഇൻറ്റു 10 ബൈ 2 810 ബൈ 2 പറയുമ്പോൾ ഒരു 405. ഇതാണ് വരിക. ഇതാണ് ഉത്തരം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ടൈപ്പ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഉണ്ടാവും. ഫുള്ള് കാണാൻ എല്ലാവരും.